തുടക്കത്തിൽ കയറുന്നത് ഷിരൂരിലേക്ക് തന്നെയാണ്. അവിടെ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി ഗംഗാവലി നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന ഇന്നുണ്ടായേക്കില്ല. നദിയിൽ അടിയൊഴുക്ക് ശക്തമാണ്. പുഴയിൽ രൂപപ്പെട്ട മൺകൂന നീക്കം ചെയ്യുന്നതാകും രക്ഷാദൗത്യത്തിന്റെ അടുത്ത ഘട്ടം. ഇതിനായി തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കാനാണ് ഇപ്പോൾ നീക്കം. അതിനു മുൻപായി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥനും ഷിരൂരിലെത്തി അടിയൊഴുക്ക് ഉള്ള നദിയിൽ യന്ത്രം പ്രവർത്തിക്കാൻ ആകുമോ എന്ന് പരിശോധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വാക്കുകളിലേക്ക് വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. മെഷീന്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 6.7 മീറ്റർ ആണ് അതിന്റെ ലെങ്ത് പറയുന്നത്. അതിന്റെ വിഡ്ത്ത് 3.5 മീറ്റർ, ഹൈറ്റ് 2.9 ടോട്ടൽ ഹൈറ്റ്. അതിന്റെ എക്സ്കവേഷൻ കപ്പാസിറ്റി 4.5 മീറ്റർ ആണ്. പിന്നെ 2 സ്റ്റെബിലൈസർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെബിലൈസറിന്റെ നീളം 5.5 മീറ്റർ ആണ്. അത് എക്സ്റ്റൻഡബിൾ ആണ്. 6.5 മീറ്റർ വരെ എക്സ്റ്റൻഡബിൾ ആണ്. പിന്നെ അതിനൊരു സെൻട്രൽ ഒരു പ്രൊപ്പൽഷൻ ഉണ്ട്. സെൽഫ് പ്രൊപ്പലിംഗ് യൂണിറ്റ് ആണ്. ഒരു 4 നോട്ട് വരെ കൺട്രോൾഡ് ആയിട്ട് അതിന് സഞ്ചരിക്കാൻ സാധിക്കും. 5-6 വരെ ഓക്കെയാണ്. 4 നോട്ട് വരെ സ്പീഡിൽ കൺട്രോൾഡ് ആയി അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഇതിന് ഡിറ്റാച്ചബിളായ 2 ബക്കറ്റ് കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഒന്ന് വീട് ക്ലീനിങ് ബക്കറ്റും ഒന്ന് നോർമൽ 0.24 ക്യൂബിക് മീറ്ററിന്റെ ഒരു ബക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ. നമ്മൾ എത്ര ആഴത്തിലും മറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞതുപോലെ 4.5 മീറ്റർ വരെ അത് ഡ്രഡ്ജ് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടും ചെയ്യാണ്ടും നമുക്കത് ഡ്രഡ്ജ് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസ് ചെയ്തിട്ടാണെങ്കിൽ 6 മീറ്റർ വരെ ഉള്ള താഴത്തിൽ നമുക്കത് സ്റ്റെബിലൈസർ യൂസ് ചെയ്തിട്ട് സ്പഡ് യൂസ് ചെയ്തിട്ട് നിർത്തിയിട്ട് നമുക്കത് വേണമെങ്കിൽ ഡ്രഡ്ജ് ചെയ്യാം. അതേസമയം കരസേനയുടെ തെരച്ചിൽ ഇന്നും തുടരുന്നുണ്ട്. അടച്ചിട്ട ദേശീയപാത ഇന്ന് തുറക്കും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. നമുക്കറിയാം, ഇന്ന് 14ാം ദിവസമാണ് ഷിരൂരിൽ ദൗത്യം. ഇന്നലെ ഏതാണ്ട് ദൗത്യം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രത്യേക ഉന്നതതല യോഗം ചേർന്നത് എന്നതാണ്. ഇനിയുള്ള ഏക പ്രതീക്ഷയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഡ്രഡ്ജിംഗ് യന്ത്രം അത് തൃശ്ശൂരിലെ കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന യന്ത്രമാണ്. ഇതേറെ സാങ്കേതികമായി മെച്ചപ്പെട്ട യന്ത്രമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതനുസരിച്ചുള്ള നീക്കം ഒരുപക്ഷെ ഉണ്ടായാൽ, അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനമുണ്ടായാൽ ഈ ലോറി സംബന്ധിച്ച് ഒരു സൂചനകൾ ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഉന്നതതല യോഗമടക്കം ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നതും. ഈ യന്ത്രത്തിന്റെ പ്രത്യേകതകൾ ഏതാണ്ട് 10-15 അടിയോളം താഴ്ചയിലുള്ള മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ, ആലപ്പുഴയിലെ കനാലുകളൊക്കെ ശുദ്ധീകരിക്കാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഒരു യന്ത്രം കൂടിയാണ് ഇത്, ഈ ഡ്രഡ്ജിംഗ് യന്ത്രം. അത് ഉപയോഗിച്ച് അത് അവിടെ എത്തിക്കുക എന്നുള്ള കാര്യത്തിലുണ്ടാകുന്ന കാലതാമസം മാത്രമാകും പക്ഷേ ഇന്ന് ഈ കരസേനയുടെ തെരച്ചിൽ തുടരുന്നതിനൊപ്പം ഈ വിദഗ്ധനും കൃഷിവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവരിവിടുത്തെ സാങ്കേതികമായ കാര്യങ്ങൾ, സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കും. അതിനുശേഷമാകും ഈ ഒരു ഇടപെടൽ ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ.